നമസ്കാരം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ സാമ്പത്തിക ഉന്നമനത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ലക്ഷ്മി നാരായണ പൂജ നടത്താം. മഹാവിഷ്ണുവിന് നിങ്ങൾ മഞ്ഞപ്പട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് എല്ലാ ആഴ്ചയും പറ്റുമെങ്കിൽ ഒരു ചെറിയ ഒരു മീറ്ററോ മറ്റോ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചാർത്തുക. ലക്ഷ്മി നാരായണ പൂജ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലക്ഷ്മി നാരായണ സ്തോത്രമുണ്ട്, അത് ജപിക്കാം. പിന്നെ സാളഗ്രാമത്തിന് പാലഭിഷേകം നടത്താം. തിരുവെങ്കടാചലപതി മൂർത്തിയെ നിങ്ങൾക്ക് ഭജിക്കാം. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ തിരുവെങ്കടാചലപതിക്ക് പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. പിന്നെ നാരായണീയം നിരന്തരമായിട്ട് വായിക്കാം. വിഷ്ണു സഹസ്രനാമം വീട്ടിൽ തന്നെ പാരായണം ചെയ്യാം. വിഷ്ണു സ്തോത്രങ്ങൾ ഏതും ജപിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനും ഒക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ വ്യാഴാഴ്ചയും പുഷ്യനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല മുഹൂർത്തത്തിൽ വെള്ളി തകിടിലോ ഓലയിലോ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പേരും നാളും ചേർത്ത മന്ത്രം ഏതെങ്കിലും ഒരു തന്ത്രിയെ കൊണ്ടോ കർമ്മിയെ കൊണ്ടോ ഒക്കെ എഴുതിച്ച് ശരീരത്തിൽ ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗുരുവിനൊരു യന്ത്രമുണ്ട്, വ്യാഴയന്ത്രം എന്ന് പറയും, ഗുരുയന്ത്രമുണ്ട്. അത് സംഖ്യായന്ത്രമുണ്ട്, മന്ത്രയന്ത്രമുണ്ട്. അത് ഏത് വേണമെന്ന് നോക്കിയിട്ട് ഒരാചാര്യനെ കൊണ്ട് അത് എഴുതി ജപിച്ച് അത് ഒരു ദിവസം കൊണ്ട് 108 540 756 972 സംഖ്യകൾ വെച്ച് എഴുതി ജപിച്ച് നിങ്ങൾ ധരിക്കുന്നതൊക്കെ നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം ഉപവസിക്കുക. എല്ലാ വ്യാഴാഴ്ചയും ഉപവാസം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലൈഫിലൊരു പ്രോഗ്രസ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ഭാവങ്ങൾ നോക്കിയിട്ട് അതെങ്ങനെയാണ്, 12-ലാണോ 11-ലാണോ 5-ലാണോ 9-ലാണോ അത് നോക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം. വ്യാഴത്തിന് ഓരോ പൊസിഷൻ അനുസരിച്ച് പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ നമ്മൾ ആരിൽ നിന്നും ദാനം സ്വീകരിക്കാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും വെറുതെ തരുന്ന സാധനം എടുക്കാൻ പാടില്ല. പിതൃശാപദോഷങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കുണ്ടാവാം. 2-ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ നമ്മൾ വീടിൻ്റെ മുമ്പിലുള്ള റോഡിൽ കുഴികളുണ്ടെങ്കിൽ വെറുതെ കുറച്ച് മണ്ണിട്ട് ആ കുഴികൾ നികത്തുക. മഞ്ഞ പൊടി കൊണ്ട് ഗുരുതി ഉണ്ടാക്കി അത് തൊടാം നമുക്ക്. അങ്ങനെ വ്യാഴത്തിൻ്റെ പൊസിഷൻ നോക്കിയിട്ട്, അപ്പോൾ അത് നോക്കണമെങ്കിൽ ഒരു നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ വ്യാഴത്തിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിർദ്ദേശിക്കാൻ പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ ചിലവില്ലാത്ത പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഇതാണ്, എവിടെയാണ് വ്യാഴത്തിൻ്റെ പൊസിഷൻ നോക്കുക. ഈ ലക്ഷ്മി നാരായണ പൂജ, ലക്ഷ്മി നാരായണ സ്തോത്രമൊക്കെ ജപിക്കുക. അതുപോലെ വ്യാഴത്തിൻ്റെ പൊസിഷൻ അറിഞ്ഞ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ധനസ്രോതസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടും. ധനത്തിൽ കടത്തിനൊക്കെ കുറവ് വരും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ബാധിക്കുന്നതാണ്.